So the summary, the events of the God of small things are revealed in a fragmentary manner, mostly jumping back and forth between scenes in 1969 and 1993 with backstory scattered throughout. Okay. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ നമുക്ക് ആ ബുക്ക് മൊത്തം നോവൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ബാക്ക് സ്റ്റോറി ഇങ്ങനെ എടുത്ത് കിട്ടും. അപ്പോൾ അതിങ്ങനെ ദർ ഇസ് ഓൾവേസ് എ മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോറി. സോ ദ ടെമ്പറൽ മൂവ്മെൻറ്റ് ഒരു ചാപ്റ്ററായിട്ടല്ല പോകുന്നത്, ഒരേ ചാപ്റ്ററിൽ തന്നെ നമുക്കിങ്ങനെ ആ ഒരു ഷിഫ്റ്റ് പാസ്റ്റിനെ കുറിച്ച് പറയുന്നു, പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ മിക്സായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, now the story centers around the wealthy land owning Syrian Christian family of Aymanam, a town in Kerala, India. Most of the plot occurs in 1969, focusing on the 7-year-old twins Esther and Rahel, who live with their mother Ammu, their grandmother Mammachi, their uncle Chaco and their great aunt Baby Kochama. ഇവരുടെയൊക്കെ ബാക്ക് സ്റ്റോറി നമ്മളിപ്പോൾ ഓൾറെഡി അവരുടെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇൻ 1969 മദർ അമ്മു, she after her marriage and then her divorce, and after these children are 7 years old, they are in this place, that is Aymanam. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ബാബയുടെ കൂടെ എന്താ ഉണ്ടായത്, പപ്പാച്ചിയുടെ കൂടെ എന്തായിരുന്നു അമ്മുവിൻ്റെ എക്സ്പീരിയൻസ്. ദാറ്റ് ഫാദർ റിയലി എവ്രി വൺ ഡിസ്ക്രിമിനേറ്റ്സ് ഹർ ആൻഡ് ഷി വാസ് കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ്. അപ്പോൾ അതുകൊണ്ട് ഷീ വെൻറ്റ് away only to end up in the hands of her abusive husband, that is Baba. Then അവിടുന്ന് ഈ കുട്ടികളുണ്ടായതിനു ശേഷം, that is after their birth and everything, she was forced to come back to Aymanam. നിവൃത്തി കെട്ട് വരികയാണ്, നിവൃത്തിയില്ലാതെ ജീവിക്കാൻ വേണ്ടി അവർ വന്ന്. Now the twins, that is Esther and Rahel, are 7 years old. Okay, now there is their grandmother Mammachi. അപ്പോൾ മമ്മാച്ചി എന്താണ്, പിന്നെ is the mother, the runner, she runs this pickle factory. Okay, then uncle Chaco, road scholar. അത് കഴിഞ്ഞ് മാർഗരറ്റ് കൊച്ചമ്മ, after when the Margaret Kochama, this lady Margaret Kochama left her, he was heartbroken. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അങ്കിൾ ചാക്കോ അവിടെ ഉണ്ട്. he came back from England and then took the responsibility of the Paradise Pickle Factory. And then their great aunt Baby Kochama, she's a spinster and she's a bitter jealous woman. ഓക്കെ, അപ്പോൾ ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ കൂടുതൽ പറയാൻ പറ്റുന്ന ഒരാൾ ബേബി കൊച്ചമ്മ തന്നെയാണ്. നൗ ഇൻ ദ ബാക്ക് സ്റ്റോറി ബിഫോർ 1969 മമ്മാച്ചി വാസ് മാരീഡ് ടു പപ്പാച്ചി. അപ്പോൾ നമ്മൾ ഓൾറെഡി 1993 ഉള്ള ഒരു നോവൽ, അത് 1969 ആ കുട്ടികളുടെ 7 years ഓൾഡായിരിക്കുന്ന സമയത്തിലേക്ക് പോയി. അവിടെ ആരൊക്കെയാണുള്ളത്? അമ്മു, ഗ്രാൻഡ് മദർ മമ്മാച്ചി, ചാക്കോ, അങ്കിളായിട്ടുള്ള ചാക്കോ, ഗ്രാൻഡ് ഓൾഡ് ബേബി കൊച്ചമ്മയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതം. അപ്പോൾ അതിൽ നിന്ന് പിന്നെയും പോകുകയാണ്. ദറ്റ് ബാക്ക് സ്റ്റോറി ദാറ്റ് ബിഫോർ 1969 എങ്ങനെയാണ്? മമ്മാച്ചി സ്റ്റോറി. മമ്മാച്ചി വാസ് മാരീഡ് ടു പപ്പച്ചി. Papachi, an imperial entomologist who beat her cruelly, because as you know that he was really sad because he found a new species of moth, but he didn't get the deserved acknowledgement for that. He expected that the moth will be called in his name, will not be known as in this his name, Papachi's name, but unfortunately he didn't get the recognition. He was a bitter, cruel man. So he continuously beats his മമ്മാച്ചി. വലിയ തറവാടികളൊക്കെയാണ്, പക്ഷേ എന്താ പ്രോബ്ലം ഈസ് ദാറ്റ് he beats മമ്മാച്ചി. and മമ്മാച്ചി is like what, she is okay with that because അതെന്താണ് നമ്മുടെ അങ്ങനെ നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു കുലസ്ത്രീയാണ് മമ്മാച്ചി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ മമ്മാച്ചി വാസ് റെഡി ടു ആക്സെപ്റ്റ് ദിസ്. അപ്പോൾ അതാണ് അവരുടെ ഒരു ഇത്. ബൈ 1969, അപ്പം 1969 വരുമ്പോൾ പപ്പാച്ചി ഈസ് ഡെഡ് ആൻഡ് മമ്മാച്ചി ഈസ് ബ്ലൈൻഡ്. ഓക്കെ, സോ ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ്
ആൻഡ് ദെൻ മമ്മാച്ചി ഈസ് ബ്ലൈൻഡ്. അപ്പോൾ 1969 മമ്മാച്ചി ബ്ലൈൻഡ് ആയിട്ടുണ്ട്. നോ ബിഹൈൻഡ് ഹെർ ഹൗസ് ഈസ് ദ മീനച്ചൽ റിവർ ആൻഡ് ഹെർ പിക്കിൾ ഫാക്ടറി. അപ്പോൾ മീനച്ചൽ റിവറിൻ്റെ പക്കത്താണ് എന്ത് പിക്കിൾ ഫാക്ടറി ഉള്ളത്. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ഫാക്ടറി. ബേബി കൊച്ചമ്മ ഈസ് എ ബിറ്റർ ജെലസ് ഓൾഡ് വുമൺ who unrequitedly loved means she was not reciprocated by this man, that is an Irish missionary, ഫാദർ മള്ളിക്കൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ ലിസ്റ്റ് കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. സോ ഷീ ഈസ് റിയലി സാഡ്. അപ്പോൾ ബോത്ത് ദീസ് പീപ്പിൾ, ദാറ്റ് ഈസ് എല്ലാവരും അത്യാവശ്യം നല്ല സാഹചര്യവശാൽ വലിയ തറവാടികളും സംഭവങ്ങളും വെൽ ടു ഡു ഫാമിലിയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം കിട്ടി വിഷമിച്ച് ഇരിക്കുന്ന ആളുകളാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു എന്താണ് ആരും അത്ര ഹാപ്പി അല്ല. അമ്മു ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അമ്മു, മമ്മച്ചി, അതുപോലെ തന്നെ എന്താണ് ദാറ്റ് ഈസ് പിന്നെ ബേബി കൊച്ചമ്മ, ഇവരൊക്കെ എങ്ങനെയാണ് എല്ലാവരും അവർക്ക് വേണ്ട രീതിയിൽ നന്നായിട്ട് തന്നെ അവർ അവരുടെ പൊസിഷനേക്കാളും അവർ വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന ആളുകളാണ്. ഓക്കെ, നൗ ദ ഫാമിലി ട്രീറ്റഡ് ചാക്കോ ആൻഡ് അമ്മു വിത്ത് എക്സ്ട്രീം പാർഷ്യാലിറ്റി. ചാക്കോ went to Oxford and married Margaret Kochama, an English woman. They had a daughter, Sophie Moll, and then Margaret left Chaco for a man named Joe. Chaco returned to Aymanam and took over the pickle factory. Chaco was extremely broken when this Margaret left him. Okay, she loved his wife, and then see, in our society we can't expect the woman to after having a baby to leave a man, isn't it? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നിന്നോളൂല്ലോ എന്നുള്ളൊരു ഇതിലാണ് ആളുകൾ കാണുന്നത് തന്നെ ഈ മാരേജ് സിസ്റ്റം. അതാണ് വലിയ ആവേശം. കല്യാണം കഴിഞ്ഞ് അധികം താമസിയാതെ കുട്ടികളൊന്നും ആയില്ലേ, വിശേഷമൊന്നുമില്ല ചോദിക്കുന്നതിൻ്റെ കാരണം. സോ തിങ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ സോ ഫോർ എ മാൻ ലൈക്ക് Chaco, what I am Keralite, as you know, it was a shock for him. So he returned to Aymanam with a broken heart. Okay, now what happened was that Ammu was beaten up by her father and despised her community. She was really a rebellious, revolting child because of her ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കാണുന്ന വലിയ ഒരു കഷ്ണം മീൻ കിട്ടാത്ത കഥയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ശരിക്കും മീൻ കിട്ടാത്തതൊക്കെ വിഷമം തന്നെ ആയിരിക്കും. ചെറിയ ഒരു ഇതിൽ നമ്മൾ ഒരു ആക്ട്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ ഇപ്പോൾ എന്തിരിക്കുന്നു പറയാൻ എളുപ്പമാണ്. ബട്ട് അമ്മു വാസ് ഓൾസോ എ കൈൻഡ് ഓഫ് a victim of this patriarchy. Okay, now she married Baba, trying to escape Aymanam, but Baba turned out to be an abusive alcohol. After the twins were born, the two separated and Ammu moved back to Aymanam. As you know that he tried to prostitute her, and out of all this abuse, she was forced to come back to Aymanam. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയിട്ട് വേറെ എവിടെയോ എത്തിയത്, അതിലും മോശമായ അടുത്ത് എത്തി. ആൻഡ് ദെൻ Ammu was see, there is another problem with Ammu. She had another problem that when Papachi came back to this place Aymanam, he was not ready to give any dowry for Ammu. ഓക്കെ, സോ പീപ്പിൾ were not ready to marry her. അങ്ങനെയുള്ളൊരു പ്രശ്നം അമ്മുവിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു എല്ലാവരും ബേർഡൻ എന്നുള്ള രീതിയിലാണ് അമ്മുവിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മു അവിടുന്ന് പോയതും. ഓക്കെ, നൗ ഷീ came back with her children. In the wider society of Kerala, the Communist Party is gaining power and threatens to overthrow landlords like the Ipes. The Ipes live near an untouchable family, an inferior caste that includes Velutta, an excellent carpenter, a young man who works for Chaco in the pickle factory and is beloved by the twins. അപ്പോൾ അവരുടെ ഈ ഒരു എന്താണ് ഈ ഐപ്പ് ഫാമിലി എന്ന് പറയുന്ന വെൽ ടു ഡു ഫാമിലി ലാൻഡ് ലോഡ്സ് ആണ്. അവിടെയുള്ള ആളുകളൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ദ മെൻ ആർ എഡ്യൂക്കേറ്റഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, ആൻഡ് ദ വുമൺ ആർ വെരി സബ്മിസീവ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒക്കെ ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഫാമിലി സെറ്റപ്പിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ അടുത്ത് ഇങ്ങനെയാണ്, ദർ ഈസ് an untouchable family that is from an inferior caste
Paravan family, that includes Velutta. Okay, he is an outstanding man, a handsome man who works with all the machineries in the pickle, that is run by Chako, and he plays with the twins. Now the main action centers around Sophie Mole's visit to Aymana. അപ്പോൾ സോഫി മോള് വരുന്നുണ്ട്. സോഫി മോളെ സ്വീകരിക്കാൻ ഇവർ പോകുന്നത് തൊട്ടിട്ടാണ് ഈ ഒരു എന്താ പറയുക മൊമെൻറ്റം നോവലിൻ്റെ സ്റ്റോറി നറേഷനിൽ വരുന്നത്. ജോ ഡൈസ് ഇൻ ആൻ ആക്സിഡൻറ്റ് ആൻഡ് ചാക്കോ ഇൻവൈറ്റ്സ് മാർഗരറ്റ് കൊച്ചമ്മ ടു ഐമനം ഫോർ ദ ഹോളിഡേയ്സ് ഇൻ ഓർഡർ ടു കൺസോൾ മാർഗരറ്റ് കൊച്ചമ്മ ഓവർ ജോസ് ഡെത്ത്. ഓക്കെ, അയാൾ ഉപേക്ഷിച്ച് പോയ ആളാണ് മാർഗരറ്റ് കൊച്ചമ്മ. ബട്ട് പിന്നെ അവർ എന്താണ് ആ ഒരു ലേഡി, ആ ഒരു വൈറ്റ് ലേഡി ആയതുകൊണ്ടും പിന്നെ ബ്രിട്ടീഷൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്നും പ്രശ്നമില്ല. ഇത് മലയാളികളായിട്ടുള്ള അമ്മൂനെയൊക്കെ പറ്റാത്തുള്ളൂ. ബട്ട് ദ തിങ് ഈസ് ദറ്റ് ഫോർ മാർഗരറ്റ് കൊച്ചമ്മ ഇറ്റ് വാസ് ഓക്കെ. സോ ഹി വാസ് റെഡി ടു വെൽക്കം Margaret and Sophie Mole. Okay, Esther, Rahel, Ammu, Chako and baby Kochama make a trip to the airport, and on the way their car is tracked by a communist march. അപ്പോൾ ഈ കുട്ടികൾ ഇവരെല്ലാവരും കൂടി എയർപോർട്ടിൽ പോകുന്നുണ്ട്, എല്ലാവരും കൂടി കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരൊരു കമ്മ്യൂണിസ്റ്റ് മാർച്ച് കാണാണ്. ദ കിഡ്സ് സീ വെളുത്ത ആൻഡ് റാഹിൽ കോൾസ് ഔട്ട് ഹിസ് നെയിം വിച്ച് ക്രിയേറ്റഡ് എ ടെൻഷൻ ഇൻ ദ കാർ. ഓക്കെ, the family then goes to see the movie The Sound of Music. The Sound of Music എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്. അത് കാണാൻ ഇവർ സ്ഥിരം കാണാൻ പോകുന്ന മൂവിയാണ്. അപ്പോൾ അത് എന്താണ്, they went to see that movie. എന്തായാലും എയർപോർട്ടിൽ പോവാണല്ലോ, അപ്പോൾ അതിൻ്റെ സമയത്താണ്. ആൻഡ് Esther is molested by the orange drink lemon drink man. What happened was that ഇതിങ്ങനെ കണ്ട് മടുത്തത് കാരണം എസ്തയ്ക്ക് ഇങ്ങനെ വെറുതെ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങണമെന്ന് തോന്നി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് ഡ്രിങ്ക് ലെമൺ ഡ്രിങ്ക് മാൻ, അത് ആ ഒരു ലാംഗ്വേജാണ് പറയുന്നത്. നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ ലാംഗ്വേജിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ഭാഗമൊക്കെ നെറേറ്റ് ചെയ്യുന്നത് ആ ഒരു എന്താണ് കുട്ടികളുടേതായിട്ടുള്ളൊരു ശൈലിയിലാണ്. ഇവിടെ ദ നറേഷൻ ഈസ് ഗോയിങ് ഓൺ, ദ സ്റ്റൈൽ ഈസ് ദറ്റ്. സോ ദാറ്റ് ഈസ് ഓറഞ്ച് ഡ്രിങ്ക് ലെമൺ ഡ്രിങ്ക് മാൻ എന്ന് പറയുന്നത് കാരണം എ വെൻഡർ അറ്റ് ദ തിയേറ്റർ, what he does is that he offers a lemonade to Esther and he made him to do some things. Okay, that is basically a kind of abuse. അപ്പോൾ ഈ കുട്ടിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമായി മാറുകയാണ് എസ്തയ്ക്കിത്. ബട്ട് ഹി ഡിഡ്ന്റ് സേ ദാറ്റ് ടു എനിവൺ. ഓക്കെ, ഹി ത്രട്ടൻസ് എസ്ത ബൈ സേയിങ് ഹി നോസ് ഐമനം ഹൗസ്. സോ ഹി ഡസൻറ്റ് റിവീൽ ദ ഇൻസിഡൻറ്റ് ടു എനിവൺ. എന്താണ് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുന്ന, നിൻ്റെ വീടൊക്കെ എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ അവിടെയും വരും എന്നുള്ള രീതിയിൽ ഈ കുട്ടികളെ. സോ ദ ഇവിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എൽഡേഴ്സ്, ഹൗ ഇറ്റ് എഫക്ട്സ് ദ ചിൽഡ്രൻ, that could be found in these with this incident. Okay, മീൻസ് എങ്ങനെയാണ് വലിയ ആളുകൾ അവരുടെ ക്രൂരത, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വളരെ ഇന്നസെൻ്റ് അല്ലേ, അവരെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗം. വളരെ ടച്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. എസ്ത ഹീ ഈസ് വാഷിംഗ് ഹിസ് ഹാൻഡ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ വി ക്യാൻ ഫീൽ ദാറ്റ് സെൻസേഷൻ, ഹി വോമിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കത് ഭയങ്കര ഒരു വളരെ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന, എന്നാൽ വളരെ ഒരു എന്താ എസ്ത എന്ന് പറയുന്ന ക്യാരക്ടർ അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ, that has a very, this experience has a very much impact over Esther because of this molestation. Okay, now the next day Sophie Mole and Margaret arrive and the family returns to Aymanam. അപ്പോൾ അവരവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മാർഗരറ്റും അതുപോലെ സോഫി മോളും വരുമ്പോൾ എസ്തയെ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. എസ്ത ഫിയേഴ്സ് ദാറ്റ് ദ ഓറഞ്ച് ഡ്രിങ്ക് മാൻ വിൽ കം ഫോർ ഹിം. ഓക്കെ, ഹീസ് എ 7 years old ചൈൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല. അപ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി ആൻഡ് റാഹേൽ ഫൈൻഡ് എ ബോട്ട് ആൻഡ് റോ അക്രോസ് എ റിവർ ടു ദ ഹിസ്റ്ററി ഹൗസ്. ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, കാരി സാഹിബിൻ്റെ ഹിസ്റ്ററി ഹൗസ് ഉണ്ട്. ഇറ്റ്സ് അറ്റ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദിസ് മീനച്ചൽ റിവർ. അവിടേക്ക് കുട്ടികൾ ഒരു ബോട്ട് തപ്പിയെടുത്ത്, ഭയങ്കര വികൃതികളാണ്, ചെറിയ കുട്ടികൾ, 7 വയസ്സായിട്ടുള്ള കുട്ടികളേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദേ റോ അഗെയിൻസ്റ്റ് ദിസ് റോ അക്രോസ് ദ റിവർ ഇൻ ടു ദാറ്റ് ഹൗസ്, ദാറ്റ് ഈസ് ഹിസ്റ്ററി ഹൗസ്. അപ്പോൾ ദ അബാൻഡൻഡ് ഹോം ഓഫ് എൻ ഇംഗ്ലീഷ്മാൻ കാരി സാഹിബ് ഹൂ വെൻറ്റ് നേറ്റീവ്. ഓക്കെ, നൗ ദ ട്വിൻസ് സെറ്റപ്പ് എ ഹൈഡ് ഔട്ട് ദെയർ. അവർക്കപ്പോൾ അറിയില്ല എന്താണ്. That is, meanwhile Ammu dreams about Velutta
And that night she and Velutha meet by the river and have sex. They continued to meet every night for the next 2 weeks. അപ്പോൾ what happened was that simultaneously these actions happened. ദാറ്റ് ഈസ് ഈ എന്താണ് ഓറഞ്ച് ഡ്രിങ്ക് ലെമൺ ഡ്രിങ്ക് മാനിനെ പേടിച്ചിട്ട് നമ്മുടെ എസ്തയും റാഹേലും കൂടിയും ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഹൗസ് ഡ്യൂറിങ് ദ ഡേ ടൈം. ഓക്കെ, അപ്പോൾ ആ ഹിസ്റ്ററി ഹൗസിലേക്ക് തന്നെ ആരാണ് പോകുന്നത്? രാത്രി പോകുന്നത് അമ്മു. she falls for Velutha, and Velutha, he tries his maximum to stay away from her, but he can't resist because out of his love to the children and Ammu. He is actually 3 years younger than Ammu, but Velutha, he falls in love. Okay, and finally they had their own time together. So this continued for next 2 weeks. And finally വലിയ പാപ്പൻ, that is Velutha's father, comes to Mammachi and confesses his son's relationship with Ammu. എൻ്റെ മകൻ ഇങ്ങനെ തെറ്റ് പറ്റി, അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ആരാണ് പറയുന്നത്? ഇറ്റ് ഈസ് വലിയ പാപ്പൻ. Mammachi and baby Kochama lock Ammu in her room where she screams that the twins are milestones around her neck. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നം ഭയങ്കര ഒരു മേഹം വീട്ടിലാകെ പ്രശ്നമായി. മീൻസ് പ്രശ്നമാകാനുള്ള കാരണം അമ്മാച്ചിയുടെ മകൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഈ പിക്കിൾ ഫാക്ടറിയിൽ വരുന്ന സ്ത്രീകളായിട്ടൊക്കെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ആര് പോകുന്നത്? ചാക്കോ പോകുന്നത്. പക്ഷെ ചാക്കോൻ്റെതൊന്നും പ്രശ്നമില്ല, മാൻസ് നീഡ് എന്ന് പറഞ്ഞിട്ടാണ് മമ്മാച്ചി പോകുന്നത്. പക്ഷെ മമ്മാച്ചിക്കും അതേപോലെ ബേബി കൊച്ചമ്മ ഈസ് ഓൾറെഡി എ ബിറ്റർ ജെലസ് വുമൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ പിടിച്ച് റൂമിൽ പൂട്ടി ഇട്ടപ്പോൾ ഷീ സ്ക്രീംസ് ഔട്ട് ഓഫ് ഹെർ ഫ്രസ്ട്രേഷൻ. ഷീ സ്ക്രീംസ് ദാറ്റ് ദ ട്വിൻസ് ആർ മൈൽ സ്റ്റോൺസ് അറൗണ്ട് ഹെർ നെക്ക്. കാരണം അവൾക്ക് പോകാൻ പറ്റുന്നില്ല, അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. എങ്ങടെയെങ്കിലും പോകണം എന്ന് കരുതുന്ന സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളത്, അപ്പോൾ അവളുടെ ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ഷീ ജസ്റ്റ് സ്ക്രീംസ് ഔട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹേർട്ടഡ് ആവാണ് കുട്ടികൾക്ക്. സോ ദ ട്വിൻസ് ഡിസൈഡ് ടു റൺ അവേ ടു ദ ഹിസ്റ്ററി ഹൗസ്. കുട്ടികളല്ലേ, അപ്പോൾ അവിടെ പോയി രക്ഷപ്പെടാമെന്ന് അവർ കരുതാണ്. ആൻഡ് ആ പോകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് സോഫി മോൾ കംസ് വിത്ത് ദം. അവൾ വാശി പിടിച്ച്, സോഫി മോൾ പറഞ്ഞു ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് ഇവരെ കൂടെ വാശി പിടിച്ച് പോവുകയാണ്. ദർ ബോട്ട് ടിപ്സ് ഓവർ ആസ് ദേ ക്രോസ് ദ റിവർ ആൻഡ് സോഫി മോൾ ഡ്രൗൺസ്. അതാണ് അതിലുള്ള ആ ഒരു സീൻ, ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ദ ട്വിൻസ് റീച്ച് ഷോർ ആൻഡ് ടെറിഫൈഡ് fall asleep in the history house unaware that Velutha is there too. അപ്പോൾ വെളുത്ത രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരെ? മീൻസ് അമ്മു വരുമല്ലോ എന്ന് കരുതിയിട്ട് he was sleeping there. But the children, what happened was that അവർക്കത് ആരോടും പറയാനും വയ്യ, അറിയില്ല. മീൻസ് സോഫി മോൾ ഇങ്ങനെ എന്താ പറയുക മുങ്ങിപ്പോയി എന്നുള്ളത് പേടിച്ച് ആ കുട്ടികൾ അവിടെ പോയിട്ട് അവർ ഉറങ്ങാണ് ഹിസ്റ്ററി ഹൗസ്. സോ ബോത്ത് ഓഫ് ദം ആർ ലൈക്ക്, ഈവൻ ദോ ദേ ആർ ട്വിൻസ്, ദേ ആർ ലൈക്ക് എ സിംഗിൾ സോൾ ഇൻ 2 ബോഡീസ്. അപ്പോൾ അവർ രണ്ടുപേരും ഒപ്പമാകുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹവും ആത്മവിശ്വാസവും പിന്നെ അതുപോലെ സന്തോഷമാണ്. അതായത് എസ്തയും റാഹേലും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു 2 ശരീരമാണെന്നേ ഉള്ളൂ, ട്വിൻസാണെന്നേ ഉള്ളൂ, രണ്ടുപേരും അത്രയും അവരുടെ സോൾ ഒന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി ആ കുട്ടികൾ അവിടെ പോയി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് പോവുകയാണെങ്കിലും കഷ്ടകാലത്തിന് ഈ സോഫി മോൾ കൂടെ പോവുകയും സോഫി മോൾ ഷീ ഡ്രൗൺസ്. ആൻഡ് ദെൻ വെളുത്ത വാസ് ഓൾസോ ദെയർ ഇൻ ദ ഹൗസ്. കുട്ടികൾക്ക് അത് അറിയില്ലായിരുന്നു. നൗ കുട്ടികളെ കാണാനില്ല. അപ്പോൾ എന്തായി? 3 കുട്ടികളെയും കാണാനില്ല. മീൻസ് എസ്ത ഐബ് ഫാമിലിയുടെ 3 കുട്ടികളും അവിടെ ഇല്ല. മീൻസ് സോഫി മോൾ ഈസ് നോട്ട് ദർ, ദെൻ റാഹേൽ ഈസ് നോട്ട് ദർ, എസ്ത ഈസ് നോട്ട് ദർ. അപ്പോൾ ബേബി കൊച്ചമ്മയ്ക്ക് എന്താണ്, ബേബി കൊച്ചമ്മ ഗോസ് ടു ദ പോലീസ് ടെല്ലിങ് ഇൻസ്പെക്ടർ തോമസ് മാത്യു ദാറ്റ് വെളുത്ത ട്രൈ ടു റേപ്പ് അമ്മു. അതായത് ആ ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷീ ജസ്റ്റ് മെയ്ഡ് അപ്പ് ദ സ്റ്റോറി. And she said that she cooked up a story and said that she complained Thomas Matthew that Velutha tried to rape Ammu and kidnap the children. Okay, so 6 policemen find Velutha and beat him brutally in front of Estha and Rahel. അപ്പോൾ ഇവർ പോലീസുകാർ തപ്പി തടഞ്ഞ് വെളുത്തയെ കണ്ടുപിടിക്കുകയും എന്താണ് നന്നായിട്ട് ഈ കുട്ടികളെ മുന്നിൽ വെച്ച് അടിച്ച് ലെവലാക്കി കൊണ്ടുപോകും, പോലീസ് ജീപ്പിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എസ്തയും റാഹേലും ഭയങ്കര ഷോക്കഡായിപ്പോയി. Now when Matthew finds out that Velutha is innocent, he threatens to charge baby Kochama. Terrified for herself, she convinces എസ്തയോട് പറയാണ് യു ഷുഡ് സേവ് അമ്മു എന്ന് പറയാണ്. അമ്മുവിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ എന്ന് കുട്ടികളോട് ബേബി കൊച്ചമ്മ പറയാണ്.
നിങ്ങളെ അമ്മയെ കാര്യം കൊണ്ടുപോകും. കാരണം കുട്ടികൾക്കറിയാലോ അവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. മീൻസ് അമ്മൂനെ പൂട്ടിയിട്ടു, പിന്നെ അടിപിടിയാണ്, വെളുത്തയും അമ്മും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇവർക്കറിയാം. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് എന്താണ്, അമ്മൂനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ എസ്തയ്ക്ക് എവിടെ മീൻസ് എവിടെയാണ് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എസ്ത തന്നെ അതിൽ പെടാനുള്ള കാരണം ദ പോലീസ് ടുക്ക് എസ്ത അവേ. റാഹേലും എസ്തയും കൂടി ഒന്നിച്ചാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്താണ് ദേ മസ്റ്റ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. ഓക്കെ, ബട്ട് എസ്തയെ ഒറ്റയ്ക്കാണ് ആര് കൊണ്ടുപോകുന്നത്, പോലീസ് കൊണ്ടുപോകുന്നത് ടു give his testimony. Okay, now to save Ammu by telling the police that Velutha killed Sophie Moll. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ബേബി കൊച്ചമ്മയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പം എന്തായാലും കുട്ടി എപ്പോഴേക്കും സോഫി മോള് മരിച്ചു, അവളെ ബോഡി എന്താണ് കണ്ടു കിട്ടി. ബട്ട് ദ തിങ് വാസ് ദാറ്റ് ദിസ് ബേബി കൊച്ചമ്മ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദീസ് ഇഷ്യൂസ്. ഓക്കെ, അതിന് അവൾ ചെയ്തത് ദാറ്റ് വുമൺ കൺവിൻസസ് എസ്ത to save Ammu by betraying Velutha. Okay, but she asked him to tip off Velutha, and what happened was that in order to save Ammu, Esther answered yes to Matthew. Matthew ചോദിക്കുകയാണ്, Matthew police officer, when he asked is that man who killed Ammu killed Sophie Moll എന്ന് ചോദിക്കുമ്പോൾ Esther answers yes. yes എന്ന് പറയുന്ന ആ ഒരു യെസ്സിൽ എന്താണ്, he lost his life and his innocence at that point, because what happened was that subsequently Velutha dies in the jail that night. Policemen, they killed him. ഓക്കെ, അപ്പോൾ അവനെ അടിച്ച് കൊന്ന് കളയാണ് ചെയ്യുന്നത് വെളുത്തയെ ആ ഒരു രാത്രി. ഇറ്റ്സ് ഓൾ അബൌട്ട് എസ്. ഓക്കെ, now which haunts him forever, and subsequently Velutha dies in the jail that night. After Sophie Moll's funeral, baby Kochama convinces Chako to throw Ammu out of the house because she created all these things. പിന്നെ പോരാനിട്ട് ചീത്തപ്പേരും അങ്ങനെയുള്ളതൊക്കെ അത് കാരണം. ആൻഡ് അമ്മു ഈസ് ദെൻ ഫോഴ്സ്ഡ് ടു റിട്ടേൺ എസ്ത ടു ബാബ. അപ്പോൾ രണ്ട് കുട്ടികളെയും കൂടി നോക്കാൻ കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അമ്മുവിന്. അങ്ങനെ അമ്മു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഷി വാസ് ഫോഴ്സ്ഡ് ടു റിട്ടേൺ എസ്ത ടു ബാബ. ബാബയുടെ അടി സഹിക്കാനിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ബട്ട് നൗ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഷീ റിട്ടേൺ എസ്ത ടു ബാബ. ആസ് ഷീ ഈസ് ഹെൽപ്ലെസ്, ഷീ സെൻറ്റ് എ സ്ക്രീമിങ് എസ്ത ടു ബാബ ബൈ ട്രെയിൻ. ട്രെയിൻ കയറ്റി കുട്ടിയെ കൽക്കട്ടയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എന്താണ്, ദ ട്വിൻസ് ആർ ബ്രോക്കൺ, അപ്പോൾ ദേ ആർ സെപ്പറേറ്റഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫോർ എവർ they are like separated forever. Okay, the twins are separated for 23 years, during which Esther stops speaking altogether out of his trauma. റാഹേൽ പിന്നെ അയ്മനെ തന്നെ ജീവിച്ചു. റാഹേൽ കുറച്ചുകൂടി ഇമാജിനേറ്റീവ് ആയിരുന്നു. റാഹേൽ എങ്ങനെയാണ് അമ്മയുടെ കൂടെ ആയിട്ടും അല്ലാതെ ആയിട്ടും ആ ഒരു ഫാമിലി എന്നുള്ളൊരു ഇതിൽ ജീവിച്ചു. എസ്തയ്ക്കാണ് ഇതിൻ്റെ ഷോക്ക് മുഴുവൻ ഉണ്ടായത് കൂടുതലായിട്ട്. Even though they experienced both these shock together, he was haunted by his ആ യെസ് എന്ന് പറയേണ്ടി വന്ന ആ ഒരു മൊമെൻറ്റിനെ ആണ് ആ കുട്ടിക്ക് എന്നും ആ കുട്ടിയുടെ ജീവിതത്തിൽ ബാധിച്ചത്. ദാറ്റ് ഈസ് he stopped speaking altogether. When he is 31, Baba returns him to Aymana. Okay, now he is a 31-year-old man. Meanwhile, Rahel is kicked out of many schools. അവൾ എവിടെയും അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, കാരണം ഔട്ട് ഓഫ് ഓൾ ദീസ് ഷോക്സ് ആൻഡ് ട്രോമാസ്. ആൻഡ് അമ്മു ഡൈസ് വെൻ റാഹേൽ ഈസ് 11 years old. ബേസിക്കലി ഷീ ഡൈഡ് ഇൻ എ ലോഡ്സ് ഔട്ട് ഓഫ് ലങ് ഡിസീസ്. ഓക്കെ, മാത്രമല്ല അമ്മൂന് അതൊരു എന്താ പറയുക സഹിക്കാൻ കഴിയാത്തൊരു പ്രശ്നമായി മാറി. മീൻസ് വെളുത്ത വാസ് കിൽഡ്. ഓക്കെ, ഹെർ ലവർ വാസ് കിൽഡ് ആൻഡ് ഹെർ ഓൺലി ഹാപ്പിനെസ് വാസ് വെളുത്ത. സോ ഹി വാസ് ടേക്കൺ. And Rahel marries an American, that is Larry McCaskill, and lives in Boston, but then gets divorced and returns to Aymana when she hears Esther is there. Finally, when Esther came back to Aymana after 23 years, she came down to meet Esther. Esther കാണാൻ വേണ്ടിയിട്ട് she came from America. Okay, then the twins are reunited in 1993. അപ്പോഴേക്കും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ ഹൗസിൽ, ഐമനം ഹൗസിൽ. ആഫ്റ്റർ 23 years, മമ്മാച്ചി ഹാസ് ഡൈഡ്. ബേബി കൊച്ചമ്മ ആൻഡ് ദ കുക്ക് കൊച്ചു മറിയ സ്പെൻഡ്സ് ഓൾ ഡേ വാച്ചിങ് TV as the house falls apart. Okay,
ബേബി കൊച്ചമ്മ പിന്നെ ഈ ടി വി അഡിക്ഷനിലേക്ക് തിരിച്ചു വരികയാണ്. 80 സംതിങ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുണ്ട് അപ്പോഴേക്ക്. ആൻഡ് ഷീ വാസ് വാച്ചിങ് ദ മൂവി ടി വി ഓൾ ദ ടൈം. ദ ഹിസ്റ്ററി ഹൗസ് ഹാസ് ബിക്കം, അവർ ഹൈഡ് ഔട്ട് ഉണ്ടായിരുന്നില്ലേ, ഇവിടെ പിടിച്ചുകൊണ്ടേയില്ല, വെളുത്തായി പിടിച്ചുകൊണ്ടേയിട്ടുള്ള ആ ഹിസ്റ്ററി ഹൗസ് ഹാസ് ബിക്കം എ 5-star ഹോട്ടൽ. റാഹേൽ ആൻഡ് എസ്ത ഹു സ്റ്റിൽ ഡസൻറ്റ് സ്പീക്ക്, ദാറ്റ് ഈസ് എസ്ത കാൺ സ്പീക്ക്, സിഫ്റ്റ് ത്രൂ സം ഓൾഡ് ട്രിങ്കറ്റ്സ് ആൻഡ് നോട്ട് ബുക്സ്. അവർ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർ എഴുതി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ മറിച്ച് നോക്കി. ആൻഡ് എൻഡ് അപ്പ് റീഅഫേമിങ് ദെയർ ക്ലോസ്നെസ് ബൈ ഹാവിങ് സെക്സ്. സോ ദിസ് ഈസ് the story of the god of small things. Okay.